ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പത്മ നന്ദിനിയുടെയും അതുപോലെ സൂര്യയുടെയും ശാന്തി മുഹൂർത്തം നടത്താൻ ഒരു ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ആ ഒരു ദിവസം വന്നെത്താണ്. അപ്പോൾ ഇവരുടെ ആദ്യ രാത്രി നടത്തുന്ന ആ റൂം അലങ്കരിക്കാൻ പറഞ്ഞിട്ടുള്ളത് വേദ, ഇന്ദ്രജ, വിജയ് ഇവരോടാണ് കേട്ടോ. അപ്പോൾ ഇവർക്കാണെങ്കിൽ അതൊട്ടും സഹിക്കില്ല. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇന്ദ്രജയുടെ നേർക്കെടുക്കുകയാണ്. ഇന്ദ്രജ ഒറ്റൊരുത്തി കാരണമാണ് നന്ദിനി എന്ന് പറയുന്ന പെണ്ണ് ഈ ജീവിതത്തിലോട്ട് വന്നത്. കാരണം നീ ഈ ഒരു പെണ്ണിനെ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഏട്ടൻ നന്നായി, അതുപോലെ തന്നെ ഈ പറയുന്ന മറ്റുള്ളവരൊക്കെ നന്നായി. ഇതിലിപ്പോൾ എന്താ പ്രശ്നം ഉണ്ടായത്? നമുക്കാണ് ഈ വീട്ടിൽ യാതൊരുവിധ സ്ഥാനങ്ങളും ഇല്ലാതായത്. ഇനി അമ്മ നേരാകുമ്പോൾ വിജയോട് നാളെ വല്ല പണിക്കും പോകാനോ അതുപോലെ തന്നെ നമ്മൾ വേറെ വീട് മാറി താമസിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രജ പറയുകയാണ്, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ ഒരിക്കലും അറിഞ്ഞില്ലല്ലോ. അപ്പോൾ വിജയ് പറയണത്, ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ അതെങ്ങനെ സംഭവിക്കുള്ളൂ എന്ന്. കാരണം നന്ദിനി ഒരു നാട്ടുംപുറത്തെ കുട്ടിയാണ്, അവൾക്ക് അതിൻ്റേതായ ഒരു കഴിവുകളുണ്ട്. പ്രത്യേകിച്ച് ഒരാളെ മനസ്സ് വായിച്ചെടുക്കാൻ എല്ലാം അവൾക്ക് കഴിയാവുന്ന ഒരു സ്നേഹമുള്ള പെൺകുട്ടിയാണെന്ന് പറയുമ്പോൾ, എന്താ നിങ്ങൾക്ക് അവളോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടോയെന്ന് ചോദിക്കും. ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാണ് ഇന്ദ്രജ, അത് പിണങ്ങാനില്ല. അപ്പോഴേക്കും ഏട്ടൻ പറഞ്ഞതിൽ എന്താ തെറ്റെന്ന് പറഞ്ഞിട്ട് വേദ സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം പത്മ വഴി വരികയാണ്. എന്താണ് 3 പേരും ഇങ്ങനെ മാറി നിന്ന് കിറുകിറു പറയുന്നത്? മര്യാദക്ക് സൂര്യയുടെ റൂം പോയി അലങ്കരിക്കുക, അവരുടെ ആദ്യ രാത്രിയാണെന്ന് ഇന്ന് അറിയില്ലേ, അതുകൊണ്ട് മര്യാദക്ക് പോയി അലങ്കരിക്കുക എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് തനിക്ക് നിയന്ത്രണം വിട്ടു പോവുകയാണ് ഇന്ദ്രജയുടെയും വേദയുടെയും വിജയുടെയൊക്കെ. അത് പറഞ്ഞിട്ട് പത്മ അങ്ങ് പോയി. അപ്പോൾ ഈ സമയം ഇന്ദ്രജയാണെങ്കിൽ ഈശ്വര, ഇത് വല്ലാത്തൊരു പണി തന്നെയാണല്ലോ കിട്ടിയിരിക്കുന്നത്. അവളുടെ കല്യാണം ഞാൻ നടത്തി കൊടുത്തു. അപ്പോഴേക്കും ഇന്ദ്രജ പറയുക, കല്യാണം നടത്തി കൊടുത്ത ആൾ തന്നെ അവളുടെ ആദ്യരാത്രി നടത്തി കൊടുക്കാനുള്ള പരിപാടിയല്ലേ ഇപ്പം അമ്മ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഏട്ടത്തി പോയി ഒരുക്കിക്കോ, എന്നെ ഇതിനൊന്നും കിട്ടില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ വിജയ് ഇനി എന്താ ചെയ്യുക എന്ന് പറയുമ്പോൾ വിജയുടെ കുനിഷ്ഠ ബുദ്ധിയിൽ ഒരു കാര്യം തോന്നുകയാണ് കേട്ടോ. ഇതിപ്പോൾ എന്താ വേണ്ടത്? അവരുടെ ആദ്യരാത്രി നടക്കരുത്, അത്രയല്ലേ വേണ്ടുള്ളൂ. അപ്പോഴേക്കും ഇന്ദ്രജ പറയണേ, എനിക്ക് അവരുടെ ആദ്യ രാത്രി നടക്കുന്നതിന് എനിക്ക് യാതൊരു യോജിപ്പില്ല. അവൾ ഒരിക്കലും സൂര്യയുമായി ഒത്തുചേരരുത്, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടി വേദയും പറയണം, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അവൾ നന്ദിനി എന്ന് പറയുന്നവളുടെ അടിമയാവാനൊന്നും ഇനി നമുക്ക് പറ്റില്ല. കാരണം കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ തന്നെ അവളെ ഓഫീസിലോട്ട് കൊണ്ടുപോകാൻ നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഓഫീസ് കാര്യങ്ങൾ എല്ലാത്തിലും അവളെ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല. പിന്നീട് അവൾ ഈ വീട്ടിൽ ആദ്യം നിന്നിരുന്നത് പോലെ ഒരു വേലക്കാരിയുടെ റോളായിരിക്കും നമുക്ക് കിട്ടുക. ഒരു യജമാൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു അടിമ പണം ചോദിക്കുന്ന ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരും എന്നൊക്കെ പറയുമ്പോൾ ഇന്ദ്രജക്ക് ദേഷ്യം വരും. അപ്പോൾ ഇന്ദ്രജ പറയണേ, എങ്ങനെ ഇത് മുടക്കാൻ പറ്റുമെന്ന് ചോദിക്കാനായിട്ട്. അപ്പോഴേക്കും ഉടൻ തന്നെ അവിടെ വിജയ് പറയണേ, നമുക്കൊരു പണി ചെയ്യുക, അവരുടെ ആദ്യരാത്രി മുടക്കല്ലേ വേണ്ടത്, അവർക്ക് ഇന്ന് ആദ്യരാത്രിയല്ല ചൊറിച്ചിൽ രാത്രി ആയിക്കോട്ടെ എന്ന് പറയണ്ട. അത് കേൾക്കുന്ന ഇന്ദ്രജയും വേദ, എന്താ ഈ പറയുന്നത്? അതെ, ചൊറിച്ചിൽ രാത്രി. നമുക്ക് നായക്കുറണപ്പൊടി അവരുടെ ബെഡിൽ അങ്ങ് തൂകിയാലോ, അതോടുകൂടി ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവുമല്ലോ. അതങ്ങ് ആവുമ്പോൾ പിന്നീട് അവർക്ക് ആദ്യരാത്രി നടത്താനും കഴിയില്ല, എന്നാൽ നമ്മളാണിത് ചെയ്തതെന്ന് ഒരിക്കലും ആരും അറിയത്തുമില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ അത് തന്നെയാണ് നല്ലത് എന്നുള്ള അഭിപ്രായം ഇന്ദ്രജയും വേദയും പറയാൻ കേട്ടോ. അങ്ങനെ ഇവർ സൂര്യയുടെ റൂം അലങ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ രാജു ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് വേണ്ട സഹായങ്ങൾ രാജു ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി നന്നായി തന്നെ സൂര്യയുടെ റൂം ഇവർ അലങ്കരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ ആരും കാണാതെ ആ ബെഡ്ഷീറ്റിൽ ആ നായക്കുറണപ്പൊടി തൂക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതോട് കൂടിയിട്ട് അത് തൂകുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത അത്രയും ആനന്ദമാണ്. കാരണം ഇത്രയും വലിയൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതൊരു സുഖം അവർക്ക് കിട്ടുമല്ലോ. കാരണം ഇന്ന് രാത്രി മുഴുവൻ സൂര്യയും നന്ദിനിയും കൂടി ചൊറിഞ്ഞു കിടക്കുമ്പോൾ സൂര്യൻ നന്ദിനിയെ വഴക്ക് പറയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരുടെ ആദ്യ രാത്രി അങ്ങ് കുളമായിക്കോളും എന്നും പറയാണ്. അപ്പോൾ ഈ സമയം വേദ പറയുന്നുണ്ട്, എന്ന് നമുക്ക് ഒരു പണി കൂടി ചെയ്താലോ, അവർ കുടിക്കുന്ന പാലിൽ നമുക്ക് പൊടി ചേർത്താലോ എന്ന് പറയുമ്പോൾ പേടി പൊട്ടി. പിന്നെ അത് ചേർത്ത് കഴിഞ്ഞാൽ അവനും കൂടി ചൊറിയുന്നത് കാണാൻ നമുക്ക് പറ്റത്തില്ലല്ലോ, അവരുടെ ആദ്യ രാത്രി കുളമായത് അവരറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്നാൽ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞിട്ട് ഇവർ വേണ്ടത് ചെയ്ത് വെച്ചിട്ട് ഇവർ പോവാണ് കേട്ടോ. പിന്നീട് നന്ദിനി നല്ല അടിപൊളി നല്ല സുന്ദരി കുട്ടിയായി തന്നെ നന്ദിനിയെ ആതിര ഒരുക്കിയിട്ടുണ്ടാവും കേട്ടോ. ആതിര വന്നിട്ടുണ്ടാവും. അങ്ങനെ ആതിരയും വിവേകും കൂടിയിട്ട് ഇവർ 2 പേരും നല്ലൊരു രീതിയിൽ തന്നെ ഒരുക്കി ഇവർക്ക് പാലും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയം നന്ദിനിയുടെ വീട്ടുകാരും വന്നിട്ടുണ്ടാവും കേട്ടോ. ഈ അനിയത്തി കുട്ടികളും അതുപോലെ തന്നെ അച്ഛനും മുത്തശ്ശിയൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പം നന്ദിനി പതിവില്ലാത്ത അത്രയും സന്തോഷവതിയാണേനു. കാരണം എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി
തനിക്കൊരു ജീവിതം തുടങ്ങണമെന്ന് തന്നെയാണ് നന്ദിനി ഇതുവരെ ആഗ്രഹിച്ചത്. ഒരിക്കലും ഒരു പണക്കാരിയാവണം, പണക്കാരൻ്റെ വീട്ടിൽ ഇനി തനിക്ക് താമസിക്കണം എന്നൊന്നും നന്ദിനി ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പത്മയുടെ അനുഗ്രഹം നന്ദിനി ചെന്ന് വാങ്ങുകയാണ്. അങ്ങനെ പത്മ പറയാണ്, മോളെ നിനക്ക് എന്തായാലും നല്ലൊരു ജീവിതം തന്നെ ഈശ്വരൻ തരട്ടെ. ഇതിന് നിൻ്റെ ജീവിതത്തിന് തടസ്സമായി നിന്നിരുന്ന ഈ അമ്മയാണ് നിൻ്റെ നന്മ അറിയാതെ പോയി. എന്തായാലും എൻ്റെ മകളാണ്, ഇനി നല്ലൊരു ജീവിതം തുടങ്ങട്ടെ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യതീന്ദ്രനും ആ അനുഗ്രഹം നൽകുകയാണ് കേട്ടോ. പിന്നീട് മുത്തശ്ശിയാണെങ്കിലോ, ഞാൻ പറഞ്ഞില്ലേ മോളെ നിനക്ക് ഈശ്വരൻ നല്ലതേ തരുള്ളൂ എന്ന്. എന്തായാലും നീ നല്ല സ്വഭാവമുള്ളവളാണ്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈശ്വരൻ എനിക്ക് നല്ലൊരു വരനെയും തന്നതെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി അത്ര വല്ലാതെ അങ്ങ് പുകഴ്ത്തി പറയല്ലേ എന്നും ഇങ്ങനെ സൂര്യ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ നല്ല അണിഞ്ഞൊരുങ്ങി ഇവർ ഇങ്ങനെ റൂമിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ആദ്യം വിവേക് കൊണ്ടുപോയി സൂര്യയെ കൊണ്ടാക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ നന്ദിനിയെ ഒരു പുതുപെണ്ണിൻ്റെ വേഷത്തിൽ നന്ദിനിയെ ആതിരയും അതുപോലെ അനിയത്തി കുട്ടികളും കൂടി കൊടുന്നാക്കണം കേട്ടോ. ഇതെല്ലാം കണ്ടിട്ട് ഇന്ദ്രജിക്കും വേദക്കും സഹിക്കുന്നില്ല. അവളുടെ പോക്ക് കണ്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് കാണാം പത്മ പെട്ടെന്ന് വിളിക്കുന്നു കേട്ടോ. നന്ദിനി ഇവിടെ നിന്നേ എന്ന് പറഞ്ഞ് വിളിക്കണം. അപ്പോൾ ഇത് കാണുമ്പോൾ ഇവർ തിരിഞ്ഞ് നോക്കുകയാണ്. അപ്പോൾ ഇന്ദ്രജയും വേദയും റൂമിൽ നിന്ന് നോക്കുമ്പോൾ പത്മയുടെ കയ്യിൽ വലിയൊരു മാലയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കാണുന്നതിനോട് കൂടിയിട്ട് ഞെട്ടിപ്പോവാണ് ഇവർക്കൊട്ടും സഹിക്കില്ല. അതൊരു സ്വർണ്ണാഭരണ പെട്ടിയാണല്ലോ എന്നിങ്ങനെ ഇന്ദ്രജ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ പറയണ ചേച്ചിയല്ല ഇതിനെല്ലാം കാരണം ഉണ്ടാക്കിയത്, ഇനിയെല്ലാം കണ്ടു നിൽക്കില്ലാതെ ഒരു നിവർത്തിയില്ല എന്ന് പറയട്ടോ. അങ്ങനെ ഈ മാലയുടെ ബോക്സുമായി പത്മ നന്ദിനിയുടെ മുന്നിലോട്ട് വരികയാണ്. എന്നിട്ട് പത്മ എന്ത് ചെയ്യുന്ന, മോളെ ഇത് എൻ്റെ ഒരു സമ്മാനമാണെന്ന് നീ കരുതിക്കോളൂ, ഞാൻ ഇഷ്ടപ്പെട്ട് തരുന്നൊരു സമ്മാനമാണ്, മോളിത് വേണ്ടെന്ന് പറയരുതെന്ന് പറയുമ്പോൾ ഇതെന്താ അമ്മേ, ഇതൊരു നല്ലൊരു നെക്ലേസാണ്, ഇതൊരു ഡയമണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ വിലയൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടി നന്ദിനി പറയണേ, അയ്യോ എനിക്ക് ഇത്രയും വലിയ വെയിറ്റ് ഉള്ളതൊക്കെ കഴുത്തിലിട്ട് കഴിഞ്ഞാൽ എനിക്കത് ഇത്രയും വില ബന്ധിക്കുന്ന സാധനങ്ങളൊന്നും എനിക്കിടാൻ കഴിയില്ല, അത് വേണ്ട എന്നൊക്കെ നന്ദിനി പറയുമ്പോൾ ഉടൻ തന്നെ പത്മ പറയാണ്, ഇതെൻ്റെ ആഗ്രഹമാണ്, ഈ ആഗ്രഹം നീ എനിക്കിത് ഇട്ട് കാണുന്നതാണ്, അതുകൊണ്ട് ഈ അമ്മ തന്നെ എനിക്ക് ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ മാല ആ ബോക്സിൽ നിന്നെടുത്ത് നന്ദിനിയുടെ കഴുത്തിലിട്ട് കൊടുക്കുമ്പോൾ വല്ലാത്തൊരു ഭംഗി തന്നെ കേട്ടോ. അങ്ങനെ നന്ദിനിയുടെ അനിയത്തിക്കുട്ടി ആതിരയൊക്കെ പറയുന്നുണ്ട്, എന്തൊരു രസമാണ് കാണാൻ, ഏകദേശം 19 ലക്ഷം രൂപ വരുന്ന ആ ഒരു മുതലാണെന്നൊക്കെ അവർ തമ്മിൽ പരസ്പരം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിജയ് പറയണത് കണ്ടാൽ തന്നെ അറിയാം 50 ലക്ഷം അതിന് മേലേക്ക് പോവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയം ഇന്ദ്രജയ്ക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയണ, ഇനി എന്തെല്ലാം കാണണം ഈശ്വര, ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു, അമ്മ ആരെങ്കിലും സ്നേഹിച്ചാൽ പിന്നെ അമ്മ എന്താ ചെയ്യുക എന്നുള്ള നമ്മൾ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് നന്ദിനിയെ റൂമിലാക്കുകയാണ്. നന്ദിനിക്കാണെങ്കിൽ നല്ല നാണമുണ്ട്. അങ്ങനെ നന്ദിനിയാണെങ്കിലോ സൂര്യയുടെ അരികിലോട്ട് പോവുകയാണ്. അപ്പോൾ സൂര്യ ആണെങ്കിലോ ഇങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ സൂര്യ അടുത്തോട്ട് വരുമ്പോൾ അതിൻ്റേതായ ഒരു നാണത്തോടു കൂടി, ഇതെന്താടോ പതിവില്ലാത്ത റൂമിൽ വരുന്ന ആ ഒരു ഇത് കാണിക്കുന്ന, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പാല് കൊടുക്കുന്നു, പരസ്പരം പങ്കുവെച്ച് കഴിക്കുന്നു. പിന്നീട് അവരുടെ ആ ഒരു ആദ്യ രാത്രിയിലോട്ട് ആ ഒരു ശാന്തി മുഹൂർത്തത്തിലോട്ട് അവരങ്ങ് പോവുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം പുറത്താണെങ്കിൽ ഇവർ 3 പേരും എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി 3 പേരും കതകിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കണം. അങ്ങനെ അവരും അങ്ങ് അറിയാതെ ഉറങ്ങിപ്പോവാണ് കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി നന്ദിനി കുളിച്ചൊക്കെ മുടിയൊക്കെ കെട്ടിവെച്ച് പുറത്തോട്ട് വരുന്ന നന്ദിനിയെ കാണുമ്പോൾ ഇവരുടെ കിളി പോവാണ് കേട്ടോ. അപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട്, ഇതെന്താ നിങ്ങളെല്ലാവരും ഇവിടെ കിടക്കുന്നത് എന്നിങ്ങനെ നന്ദിനി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ വിളിക്കുകയാണ്, എന്താ നിങ്ങൾ ഇവിടെ 3 പേരും എന്താ തറയിൽ കിടന്നുറങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവരെങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ഇവർ വിളിക്കുമ്പോഴും ഇവർ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നില്ല. അപ്പോൾ തന്നെ സൂര്യ സാർ എന്ന് പറഞ്ഞിട്ട് നന്ദിനി സൂര്യയെ വിളിക്കുകയാണ്. അപ്പോൾ സൂര്യ പുറത്തോട്ട് വന്ന് നിൽക്കുമ്പോൾ ഇവരിവിടെ പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ സൂര്യ ഇവരുടെ മുഖത്തോട്ട് വെള്ളം തെളിക്കുകയാണ്. അങ്ങനെ ഇവർ കണ്ണ് വയ്ക്കുക. അപ്പോഴേക്കും പത്മയും യതീന്ദ്രനൊക്കെ അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ സൗണ്ട് കേട്ട് അവരൊക്കെ എത്തുകയാണ്. അപ്പോൾ ഇവർ കണ്ണ് തുറക്കുമ്പോൾ എല്ലാവരും തൻ്റെ ചുറ്റിലോ. അപ്പോൾ ഉടനെ തന്നെ നന്ദിനി ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ സൂര്യ പറയണേ, അവരിവിടെ വന്ന് കിടക്കണ്ടേ, നമ്മുടെ റൂമിൽ എന്താ ഉണ്ടാകുന്നതെന്ന് ഇവർക്ക് അറിയണ്ടേ എന്നിങ്ങനെ പറയുമ്പോൾ, അതെന്താ നീ അങ്ങനെ പറയുന്നതെന്ന് പത്മ ചോദിക്കണം. അമ്മ ഇവരെ റൂം അലങ്കരിക്കാൻ ഇട്ടപ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിച്ചതാണ് ഇവരെന്തെങ്കിലും ഒനിഷ്ഠ എനിക്കിട്ട് ചെയ്യും എന്നുള്ളത്. അത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഞാൻ രാജുവിനെ ഏൽപ്പിച്ചിരുന്നു എന്ന് പറയട്ടെ. ഇനി രാജു പറഞ്ഞോളൂ എന്ന് പറയണേ. അങ്ങനെ രാജു കാര്യങ്ങൾ പറയണേ. ഇവർ റൂം ഒരുക്കുന്നതിനിടയിൽ നായക്കുറഞ്ഞ പൊടി ബെഡ്ഷീറ്റ് ആകെ ആക്കിയിരുന്നു എന്ന് പറയണ്ടോ. ഇത് കേൾക്കുന്ന
കാരണം പത്മക്ക് ദേഷ്യം പിടിക്കണം. പത്മ കരണക്കുറ്റി നോക്കി അത് അലങ്കും വിലങ്ങും ഇട്ട് അടിക്കണം. നിങ്ങളെൻ്റെ മകൾ തന്നെയാണ് ഡി, ഒരു സ്വന്തം ഏട്ടൻ്റെ റൂമിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളെന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രജ പറയുകയാണ് ഇതിലപ്പുറം അമ്മ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയാനായിട്ടോ. അത് കേൾക്കുന്ന പത്മക ആകെ ഞെട്ടിപ്പോവാണ്. തൻ്റെ മകൾ തന്നെ താൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പത്മക്ക് സങ്കടം സഹിക്കില്ല. അങ്ങനെ പത്മ അവിടെ നിന്നും പോവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും കേട്ടോ.